എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. വേറെ ഒന്നുമല്ല, നമ്മുടെ കപ്പ കൃഷിയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കപ്പ കൃഷി എന്ന് പറയുമ്പോഴേക്കും ഒരുപാടൊന്നുമില്ല. നമുക്കൊരു 10-30 ചുവട് കപ്പ ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഭയങ്കര മഴയൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് കപ്പ ഇങ്ങനെ പൊങ്ങി വന്നു. ആ ഒരു തണ്ടൊക്കെ ഒന്ന് പൊങ്ങി വന്നപ്പോഴേക്കും അതിൽ നിന്ന് നമ്മളൊരു 3-4 വിളവെടുത്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവെടുപ്പ് നമുക്ക് നടത്താൻ പറ്റിയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം നല്ല മഴയാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് വെള്ളത്തിൽ താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കപ്പ ഉണ്ടെങ്കിൽ അത് കിടക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് അത് വിളവെടുക്കുമ്പോൾ ആ ഒരു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, നമ്മുടെ ഈ ഒരു 10-15 ചുവടെ ഇപ്പം ഉള്ളു മിച്ചം. അപ്പോൾ അത് നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം, അതിനകത്ത് കപ്പക്കിഴങ്ങ് ഉണ്ടോ എന്ന്. ഇപ്പം ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ താന്നു പോയിരിക്കുകയാണ്. ഒരു ചെറിയൊരു വെയിൽ വന്നപ്പോഴേക്കും ആ ഒരു വെള്ളം ഉണ്ടായിരുന്നത് താഴത്തോട്ട് പോയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കപ്പ അത് നിർത്തുന്നില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ഇലകൾ ഇതുപോലെ പഴുത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പ പാകമാകുന്നത് ഇതുപോലെ ഇലകളൊക്കെ ഒന്ന് പഴുക്കുമ്പോഴാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചെറിയൊരു വിളവെടുപ്പ് ഇതിനു മുമ്പൊക്കെ നടത്തിയിട്ടുള്ളതാണ്. നമ്മളിനി കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ കമ്പുകളൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് പറിക്കാൻ പാടായിരിക്കും. നമുക്ക് ആദ്യമേ ഇപ്പോൾ ഇത് കണ്ടല്ലോ, നമ്മുടെ ആ ഒരു കപ്പ കൃഷി നിന്നിരുന്ന സ്ഥലമാണ്. ഇതിനകത്തൊക്കെ നിറച്ച് വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വിളവെടുക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പറിച്ച ആ ഒരു തണ്ടുകളിൽ 10-12 കപ്പകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് പാകമായി കിട്ടിയില്ല. കണ്ടോ എത്രമാത്രം കിഴങ്ങുകളാണ് പിടിച്ചു വന്നിരുന്നതെന്ന്. ഇതിനു മുമ്പ് നമ്മൾ അത് വിളവെടുത്തപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമുള്ള കിഴങ്ങുകൾ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വെള്ളക്കെട്ടിൽ നിന്ന് ഇതെല്ലാം വിളവെടുക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അത് നമുക്ക് വളരെ വിഷമമുള്ള ഒരു വിളവെടുപ്പാണ് നമുക്ക് നൽകിയത്. എങ്കിലും കുഴപ്പമില്ല, അടുത്ത തവണ നമുക്കിതെല്ലാം പരിഹരിച്ച് നല്ലൊരു കപ്പ കൃഷി നമുക്ക് നടത്താം. ഇപ്പം നമ്മൾ കപ്പയെല്ലാം നമ്മൾ വിളവെടുത്തെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഒത്തിരി നമുക്ക് നല്ല രീതിയിൽ കിട്ടിയ കപ്പകളും ഒക്കെ ഉണ്ട്. ഇതുപോലെ നന്നായിട്ട് മണ്ണൊക്കെ നമുക്ക് നല്ല നീളത്തിൽ കിട്ടിയതും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് കുറച്ചധികം നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് പാകാകാതെ കിട്ടിപ്പോയതും ഒക്കെ ഉണ്ട്. കണ്ടോ, കുറച്ചധികം നമുക്കത് ഇതുപോലെ ഈ വലിപ്പത്തിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അതൊക്കെ നമുക്ക് അങ്ങോട്ട് ആ ഒരു വെള്ളം കയറിയപ്പോൾ പിന്നെ നമുക്കത് എടുക്കാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ എല്ലാം നമ്മുടെ കപ്പയെല്ലാം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് ഞാൻ വാഷ് ചെയ്തൊക്കെ ചെയ്തതാണ്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ കപ്പ കൃഷിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒട്ടും ഒരു നല്ല വിളവെടുപ്പല്ല നമുക്ക് കിട്ടിയത്. കാരണം ആകെ ഒരു 10-15 ചുവടാണ് ഉള്ളത്. പക്ഷെ അതിൽ തന്നെ ഒരുപാട് വെള്ളം കയറി. ഇത് കണ്ടോ, ഇതൊക്കെ എല്ലാം പാകമായിട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞ് കപ്പകളായിട്ട് ഒക്കെ നിൽക്കുകയാണ്. ഒത്തിരിയൊക്കെ ഉണ്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു 2 മാസം കൂടെയൊക്കെ നമുക്ക് കിടന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല വലിപ്പമുള്ള ഒത്തിരി കപ്പ നമുക്ക് പറിക്കാനായിട്ട് കിട്ടിയേനെ. പക്ഷെ ഇത് കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ കിട്ടിയുള്ളൂ. എങ്കിലും നമുക്ക് വിഷമമൊന്നുമില്ല. നമുക്ക് ഇത്ര വെള്ളം കയറിയെങ്കിൽ പോലും നമുക്കിത് ഇതുപോലെ ഒരു മനസ്സ് നിറഞ്ഞ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്ര ഒരു മരച്ചീനി
കപ്പ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇതുപോലെ കപ്പ കൃഷി, മരച്ചീനി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാക്കിൽ ചെയ്യാം. സ്ഥലമൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ചാക്കിലോ വലിയ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ടെറസിൻ്റെ മുകളിലുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് താഴെ ഇതുപോലെ പറമ്പുകളിൽ ചെയ്യുന്നവർ കുറച്ച് വാരമൊക്കെ കോരി ഉയർത്തി നമുക്കിതുപോലെ കപ്പത്തണ്ടുകൾ നട്ടാൽ വെള്ളം വന്നാൽ നശിഞ്ഞു പോകാതെ നമുക്ക് നല്ലൊരു വിളവെടുപ്പ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ചെറിയൊരു വിളവെടുപ്പാണെങ്കിലും ഇത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു വിളവെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.